ഫെയർലെസ് ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഹാൽ ജബിൻ. സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ സെറ്റ് ഇംഗ്ലീഷ് എക്സാമിന്റെ മൂന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ മൊഡ്യൂളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വാർ പോയറ്റ്സ്. ഇന്നത്തെ നമ്മുടെ സെഷനിൽ വാർ പോയറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് വിഭാഗം ആളുകളെയാണെന്നും അതുകൂടാതെ പ്രധാന വാർ പോയറ്റ്സ് ആയിട്ട് എണ്ണപ്പെടുന്ന റൂബർട്ട് ബ്രൂക്ക്, വിൽഫ്രിഡ് ഓവൻ, സീജ്ഫ്രീഡ് സാസോൺ പോലെയുള്ള പ്രധാന പോയിറ്റ്സിനെയുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. വാർ പോയിറ്റ്സ്. ആരാണ് വാർ പോയിറ്റ്, അല്ലെങ്കിൽ ഏത് വിഭാഗം പോയിറ്റ്സിനെയാണ് നമ്മൾ വാർ പോയിറ്റ്സ് എന്ന് കാറ്റഗറൈസ് ചെയ്യുന്നത്? എ വാർ പോയിറ്റ് ഇസ് എ പോയിറ്റ് ഹു പാർട്ടിസിപ്പേറ്റ്സ് ഇൻ എ വാർ and writes about their experiences, or a known combatant who writes poems about war. നമ്മൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള അതേ ഡെഫിനിഷൻ തന്നെയാണ്. ഒരുപക്ഷെ അയാൾ ആ ഒരു വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് പോംസ് എഴുതിയിട്ടുള്ള ഒരാളായിരിക്കണം, അങ്ങനെയുള്ളൊരു പോയിറ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇദ്ദേഹം പങ്കെടുത്തോളണമെന്നില്ല, ഇദ്ദേഹം അതിൽ ഫൈറ്റ് ചെയ്യുന്ന ഒരു സോൾജിയർ ആയിക്കോളണമെന്നില്ല. അതേസമയം വാറിനെ കുറിച്ച് പോയംസ് എഴുതുന്ന ആൾ. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള പോസിബിലിറ്റീസും ചോയ്സസുമാണ് വാർ പോയിറ്റ്സ് എന്ന് പറയുന്ന കാറ്റഗറീസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ വാർ വിഷയമായിട്ട് വരുന്ന ഒരുപക്ഷെ അതിൽ പങ്കെടുത്തിട്ടുള്ളവരോ അല്ലെങ്കിൽ അല്ലാത്തവരോ ആയിട്ടുള്ള ആളുകളെ, അത്തരത്തിലുള്ള പോയിറ്റ്സിനെയാണ് നമ്മൾ വാർ പോയിറ്റ്സ് എന്ന് കാറ്റഗറൈസ് ചെയ്യുന്നത്. പക്ഷേ വാർ പോയിറ്റ്സ് എന്ന് നമ്മൾ സ്പെസിഫിക്കലി ചില ആളുകളെ പ്രത്യേകമായി അടയാളപ്പെടുത്തി പറയുന്നുണ്ട്. കാരണം ഈ ഒരു ടേം കൂടുതലായിട്ട് ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്നത്, അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത് എഴുതിയിരിക്കുന്ന ഏതാനും ചില ആളുകളെ മെൻഷൻ ചെയ്തുകൊണ്ടാണ്. നമുക്കറിയാം ഒരുപാട് മറ്റ് പല വാർസും ഉണ്ടായിട്ടുണ്ട്. അമേരിക്കൻ റെവല്യൂഷൻ ഉണ്ടായിട്ടുണ്ട്, ഇന്ത്യയിൽ തന്നെ ഒരുപാട് വാർസ് ഉണ്ടായിട്ടുണ്ട്. ബ്രിട്ടനിൽ 100 years വാർ അടക്കം ഒരുപാട് വാർസ് ഉണ്ടായിട്ടുണ്ട്, അല്ലേ? പക്ഷേ ആദ്യമായി ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ പശ്ചാത്തലത്തിൽ വാറിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ഏതാനും ബ്രിട്ടീഷ് ഇംഗ്ലീഷ് റൈറ്റേഴ്സിനെ കുറിച്ചാണ് ഇവിടെ വാർ പോയിറ്റ്സ് എന്ന് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് പഠിക്കുന്നത്. റൈറ്റ്. Which means the term war poetry chiefly denotes the poetry written under the direct impact of World War I. അതൊരു ആൻറ്റി റൊമാൻറ്റിക് സെൻസിബിലിറ്റി എക്സിബിറ്റ് ചെയ്യുന്ന തരത്തിലുള്ളൊരു പോയട്രിയാണ്, അല്ലേ? കൂടുതൽ കാൽപ്പനിക ചിന്തകളൊന്നുമില്ല, ഇമാജിനേഷൻസ് ഇല്ല, പ്യുവർ റിയലിസം ആണ്. And earlier also we had war poets, but after World War I, these kinds of poet and poetry comes under the genre called war poetry. ഇനി ഇവിടെ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്ന കോമൺ തീംസ് എന്തൊക്കെയാണ്? ദ ലോസ് ഓഫ് ഇന്നസെൻസ്, ബ്രദർഹുഡ് ആൻഡ് റിലേഷൻഷിപ്പ്. എങ്ങനെയാണ് നമ്മുടെ ഇന്നസെൻസ് നഷ്ടമാവുന്നു? അതായത് നമ്മൾ അത്രയും കാലം ഒരു യൂത്ത്ഫുൾ ഹ്യൂവിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് സാഹചര്യങ്ങളുടെ ഈ ഒരു തീക്ഷ്ണമായിട്ടുള്ള റിയലിസം നമ്മളെ ബാധിച്ചുകൊണ്ട് അൺഎക്സ്പെക്റ്റഡ്ലി നമുക്ക് വളരേണ്ടി വരുന്നു, അല്ലെങ്കിൽ സിറ്റുവേഷനനുസരിച്ച് നമ്മൾ വളരെ നേരത്തെ തന്നെ മെച്യൂർ ആവേണ്ടി വരുന്നു, അല്ലേ? അതായത് സ്വാഭാവികമായിട്ടും എല്ലാ കുഞ്ഞുങ്ങളും അന്നത്തെ കാലം വരെ അനുഭവിച്ചിട്ടുണ്ടായിരുന്ന ഒരു സന്തോഷമുള്ള ഒരു ചൈൽഡ്ഹുഡോ അല്ലെങ്കിൽ ഒരു ഇന്നസെൻറ്റ് ഏജ് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ബ്രദർഹുഡ് ആൻഡ് റിലേഷൻഷിപ്പ്. എന്താണ് അടുത്തത്? ബ്രദർഹുഡ്, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ്. ഈ ഒരു സമയത്ത് വാർ പോയട്രിയുടെ സമയത്ത് കൂടുതൽ സാഹോദര്യത്തിനെ കുറിച്ചും എങ്ങനെ റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചും, അത് ഗ്ലോബൽ ലെവലിലാണെങ്കിലും സ്പെസിഫിക്കലി ഇൻഡിവിജ്വലിസ്റ്റിക് ടേംസിലാണെങ്കിലും ബ്രദർഹുഡിനെയും റിലേഷൻഷിപ്സിനെയും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യകതയെ ഇതിൽ തുറന്ന് പറയുന്നുണ്ട്. നൗ ദ ഹൊറർ ഓഫ് വാർ. ഒരു യുദ്ധം വരുമ്പോൾ ഏറ്റവും കൂടുതൽ അത് ബാധിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തെയോ അല്ലെങ്കിൽ എക്കണോമിക് സ്റ്റെബിലിറ്റിയോ ഒന്നുമല്ല, അവിടെയുള്ള ഹ്യൂമൻസിനെയാണ്, അല്ലേ? സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും വയോധികരും അടങ്ങുന്ന എല്ലാ ആളുകളെയും ഇത് കാര്യമായിട്ട് തന്നെ ബാധിക്കും. ഒരുപക്ഷെ അരിസ്റ്റോക്രാറ്റ്സിനെയും മിഡിൽ ക്ലാസ്സിനെയും സ്വാഭാവികമായിട്ടും അവരുടെ ഒരു പവർ അനുസരിച്ചും പ്രശസ്തി അനുസരിച്ചും അവരെ ഇമ്പാക്റ്റ് ചെയ്യുന്നതിൻ്റെ തോത് കുറഞ്ഞെന്നിരിക്കും. പക്ഷേ സ്പെസിഫിക്കലി ഒരു ലോവർ മിഡിൽ ക്ലാസ് ടു ലോവർ ക്ലാസ് പീപ്പിളിനെയൊക്കെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെയധികം ദുരിതത്തിലായിരിക്കും, അല്ലേ? അത്തരത്തിലുള്ള വാറിൻ്റെ ഹൊററിൽ ആളുകളെല്ലാം ഒരു നിശ്ചലമായിട്ടുള്ളൊരു അവസ്ഥയിലാണ്ട് പോകുന്ന സമയം കൂടി ഉണ്ടാവാറുണ്ട്. നമുക്ക് വേസ്ലാൻഡ് എഴുതിയ ടി എസ് എലൈറ്റിനെ അറിയാം, അല്ലേ? കൂടാതെ മദർ കറേജ് എന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ബെർട്ടോൾഡ് ബ്രെച്ചിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള പ്ലേ നമുക്കറിയാം. വാറ് നമുക്ക് നൽകുന്ന ഹൊറർ, അത് നമുക്ക് നൽകുന്ന തീക്ഷ്ണാനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അവരുടെ പോയത്ത് ശക്തമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിസൊല്യൂഷൻമെൻറ്റ് വിത്ത് റിലീജിയൻ. സ്വാഭാവികമായിട്ടും റിലീജിയൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഹോപ്പ് നൽകുന്ന ഒന്നാണ്, അല്ലേ? പ്രത്യാശ നൽകുന്ന ഒന്നാണ്, പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്.
പക്ഷേ ഇവിടെ റിലീജിയൻ അവർക്ക് ഡിസല്യൂഷ്മെൻ്റ് ആണ്, നിരാശയാണ് നൽകുന്നത്. കാരണം ഒരു റിലീജിയനോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ബിലീഫിനോ ഈ വാറിന് തടുക്കാനായിട്ടില്ല, അല്ലേ? അത് കൂടുതലായിട്ട് ചില പ്രത്യേക സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ നേച്ചർ, ഈ ഒരു അവസ്ഥയിൽ നേച്ചറിലേക്ക് മടങ്ങിപ്പോവേണ്ട ആ ഒരു സാഹചര്യത്തെക്കുറിച്ചും അതുകൂടാതെ നേച്ചർ അവർക്ക് നഷ്ടമാകുന്നതിനെക്കുറിച്ചും ഒരു സ്റ്റാർക്ക് റിയലിസം അവർ അത്തരത്തിലൊരു സ്റ്റേജിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയെക്കുറിച്ചും അവർ കൂടുതലായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. കൂടാതെ ദ ഇറാഷണാലിറ്റി ഓഫ് വാർ. ഇപ്പോഴും നമുക്ക് വാർ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിൽ വരുന്നത് എന്തിനായിരുന്നു അല്ലേ അത് എന്നൊരു സ്വാഭാവികമായിട്ടും എല്ലാവരുടെ മനസ്സിലൊരു ചോദ്യം വരും. നമുക്ക് ഒന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർത്താൽ പോരെ? നമ്മൾ വീട്ടിലൊരു ചെറിയ വഴക്കുണ്ടാകുമ്പോൾ, നമ്മുടെ നാട്ടിലൊരു ചെറിയ വഴക്കുണ്ടാകുമ്പോൾ അത് പറഞ്ഞു തീർക്കുക അല്ലെങ്കിൽ ഒരു അനുരഞ്ജനത്തിലെത്തുക എന്നുള്ളൊരു കാര്യത്തിന്മേലാണ് എല്ലാവരുടെയും ഫോക്കസ് എന്ന് പറയുന്നത്. ആർക്കും വാർ ഇഷ്ടമല്ല. കാരണം അത് വലിയൊരു നിരർത്ഥകത ഉണ്ടാക്കുന്ന ഒന്നാണ്. അതിന് ഒരുപാട് ഫ്യൂട്ടിലിറ്റി, യാതൊരു മീനിങ്ങും ഇല്ല. കാരണം ഒരാൾ മുറിവേൽപ്പിക്കുമ്പോൾ മറ്റൊരാൾക്കും മുറിവേൽക്കുകയാണ്. പരസ്പരം മുറിവേൽപ്പിക്കുന്ന ഒരു പ്രക്രിയയാണത്. അതുകൊണ്ട് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നും കൊലവിളിച്ചുമുള്ള ഈ ഒരു വാറിൻ്റെ ഒരു ഫ്യൂട്ടിലിറ്റി അല്ലെങ്കിൽ നിരർത്ഥകത വല്ലാതെ ഈ പോയിറ്റ്സിനെ ഹൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ഇമോഷണൽ ഫീലിങ്സ് അല്ലേ? ഇമോഷൻസും ഫീലിങ്സും ഒക്കെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സ്പെസിഫിക്കലി അവരുടെ കൂടെ മരിച്ചു വീഴുന്ന ഒരുപാട് സോൾജേഴ്സിനോടുള്ള സിമ്പതിയും എംപതിയും ഇത് കഴിഞ്ഞാൽ ഞങ്ങളാണല്ലോ, അല്ലെങ്കിൽ സ്പെസിഫിക്കലി വാർ എന്ന് പറയുന്ന ഈ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരുപാട് നഷ്ടങ്ങൾ മാത്രമാണ് എന്നുള്ളതും ലൈഫ് എന്ന് പറയുന്നത് ഇവിടെ അവസാനിക്കാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒക്കെ ഒരു തിരിച്ചറിവും അത് സംബന്ധിച്ചുള്ള ഫീലിങ്സും അങ്ങനെ ഒരു എക്സ്ട്രീം സെൻസ് ഓഫ് ലോസും ഒക്കെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അല്ലേ? ഇനി ഇതിൻ്റെ ബേസിക് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സായിട്ട് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തെല്ലാം പറയാം? നമുക്ക് നോക്കാം. ഇറ്റ് യൂസ് ഗ്രൂസം ആൻഡ് ഷോയിങ് ഇമേജറി. വളരെ കർക്കശമായിട്ടുള്ള, വളരെ തീക്ഷ്ണമായിട്ടുള്ള, അതേസമയം കൂടുതലായിട്ട് എക്സിബിറ്റ് ചെയ്യുന്ന കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കൂടുതൽ എക്സിബിറ്റിംഗ് ആയിട്ടുള്ളൊരു ഇമേജറി നമുക്കിവിടെ കാണാൻ സാധിക്കും. മറ്റൊന്ന് എന്താണ്? ഇറ്റ് സൈൻഡ് എ ബ്രേക്ക് ഓഫ് ഫ്രം ദ കോണ്ടംപററി പോയറ്റിക് ട്രഡീഷൻ. അതുവരെ ഒരു പോയറ്റിക് ട്രഡീഷൻ നിലനിന്നിട്ടുണ്ടായിരുന്നു, അല്ലേ? വിക്ടോറിയൻ പോയട്രി ആണെങ്കിലും റൊമാൻറ്റിക് അതുപോലെ തന്നെ ന്യൂ ക്ലാസിക്കൽ ട്രഡീഷൻസ് എല്ലാം കൺസിഡർ ചെയ്യുകയാണെങ്കിലും അവിടെ പ്രിവാലൻ്റ് ആയിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ആ ഏജിനെ അടയാളപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ എഡ്വേർഡിയൻ എറയിലേക്ക് എത്തിയപ്പോഴേക്ക്, സ്പെസിഫിക്കലി ഈ വാർ സമയത്ത് എത്തിയപ്പോഴേക്ക് അതുവരെ ഉണ്ടായിരുന്ന ഒരു ഒപ്റ്റമിസ്റ്റിക് ആയിട്ടുള്ള, rather ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഫീലിംഗ് ഇതിൽ നിന്ന് നഷ്ടമായി, അല്ലേ? അതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടംപററി പോയറ്റിക് ട്രഡീഷനിൽ നിന്നൊരു ബ്രേക്ക് ഓഫ് നമ്മുടെ ഈ ഒരു വാർ പോയറ്റ്സിൻ്റെ പോയട്രിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുമായിരുന്നു. ഇറ്റ് യൂസസ് ദ ആക്ച്വൽ ലാംഗ്വേജ് ഓഫ് ദ മെൻ എൻഗേജ്ഡ് ഇൻ വാർ. ആ ഒരു വാറിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും യൂസ് ചെയ്യുന്ന സാധാരണ ലാംഗ്വേജാണ് അവർ യൂസ് ചെയ്തിരുന്നത്. കാരണം വിൽഫ്രഡ് ഓവനെയൊക്കെ മറ്റ് ഇതുപോലെയുള്ള ആ ഒരു കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള സ്പെസിഫിക്കലി റൂപ്പർട്ട് ബ്രൂക്കൊക്കെ ഒരുപാട് അഡ്വൈസ് ചെയ്യുന്നുണ്ട്. സ്പെസിഫിക്കലി ദ ഫൈനൽ വൺ ആണ് ഐ വുഡ് സേ സിഗ്ഫ്രീഡ് സാസോൺ വിൽഫ്രഡ് ഓവൻ്റെ വലിയൊരു മെൻറ്ററായിരുന്നു. സോ സിഗ്ഫ്രീഡ് സാസോൺ വിൽഫ്രഡ് ഓവനോട് പറയുന്നുണ്ട്, നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഹൈ എലൈറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആളുകളിലേക്ക് എത്തണമെങ്കിൽ സ്പെസിഫിക്കലി ആളുകൾ ഇങ്ങനെ ഒരു സ്റ്റാർക്ക് റിയാലിറ്റിയിലൂടെ കടന്നു പോവുകയാണ്. അവരുമായിട്ട് ഏറ്റവും കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന എഫക്റ്റീവായിട്ടുള്ള ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വെർനാക്കുലർ ഡിക്ഷനോട് അടുത്ത് നിൽക്കുന്ന അവർ ദൈനംദിന ജീവിതത്തിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ്. പച്ചയായിട്ടുള്ള അനുഭവങ്ങളിലൂടെയാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് റൊമാൻറ്റിസിസമോ അല്ലെങ്കിൽ എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഇമാജിനറീസോ അനുഭവിക്കാനുള്ള ഒരു മാനസികാവസ്ഥയല്ല. അതുമായിട്ട് അവർക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യില്ല. ലുക്സ് ലൈക്ക് ദേ വിൽ ഡെഫിനറ്റ്ലി ഫീൽ ലൈക്ക് ദേ ആർ വാച്ചിങ് ആലീസ് ഇൻ വണ്ടർലാൻഡ്, അല്ലേ? നമ്മൾ വളരെ തീക്ഷ്ണമായിട്ടുള്ളൊരു ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആലീസ് ഇൻ വണ്ടർലാൻഡ് പ്രദർശിപ്പിച്ചാൽ നിങ്ങൾക്കൊരു കണക്ഷൻ തോന്നുമോ? ഒരുപക്ഷെ നിങ്ങൾ അതിലൂടെ എസ്കേപ്പിസം നടത്തുവാൻ ശ്രമിക്കുമായിരിക്കും. കുറച്ച് നേരത്തേക്ക് ആ വണ്ടർലാൻഡിൽ, ആ ഒരു വണ്ടർ വേൾഡിൽ മുഴുകി നിങ്ങളൊന്ന് സ്വയം മറക്കുവാൻ ശ്രമിക്കുമായിരിക്കും. അതല്ലാതെ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു അടുപ്പം നിങ്ങൾക്ക് അവിടെ സ്ഥാപിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആക്ച്വൽ ലാംഗ്വേജാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ ഇറ്റ് ഷുഡ് ബി എ റിയലിസ്റ്റിക് ഡോക്യുമെൻറ്റേഷൻ ഓഫ് വാർ വിത്ത് ഓൾ ഇറ്റ്സ് ബ്രൂട്ടാലിറ്റി. എല്ലാം പച്ചയായിട്ട് എല്ലാ ബ്രൂട്ടലായിട്ടുള്ള സംഭവങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളത്
പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ നൽകുക എന്നുള്ളതാണ്. അതാണ് മറ്റൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള മറ്റൊരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. കാരണം ആളുകൾ വാർ എന്ന് പറയുന്നതല്ലാതെ ഇതിൽ പങ്കെടുക്കുന്ന, ഇതിൽ യഥാർത്ഥത്തിൽ മറ്റ് അവരുടെ എനിമീസിനെതിരെ അല്ലെങ്കിൽ ഒരു വിഭാഗം മനുഷ്യർക്കെതിരെ പൊരുതുന്ന ഈ ആളുകൾക്ക് മാത്രമേ, ഈ സോൾജിയേഴ്സിന് മാത്രമേ യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നതിൻ്റെ തീക്ഷ്ണത എത്രത്തോളമാണെന്ന് അറിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം പൈശാചികമാണെന്നും ഇതിൽ എത്രത്തോളം ബ്രൂറ്റാലിറ്റി ഉണ്ട്, എത്രത്തോളം ഇൻടോളറൻസ് ഉണ്ട്, ഇറാഷണാലിറ്റി ഉണ്ടെന്ന് നിങ്ങൾ പച്ചയായിട്ട് വ്യക്തമായിട്ട് റിയലിസ്റ്റിക് ആയിട്ട് പ്രസൻറ്റ് ചെയ്താൽ മാത്രമേ ആളുകൾക്ക് നിങ്ങൾ പറയുന്നതിനോട് പ്രോപ്പറായിട്ടൊരു കണക്ഷൻ ഫീൽ ചെയ്യുകയുള്ളൂ. അത്തരത്തിലൊരു അപ്രോച്ചാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് എന്നുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിറക്ഷൻസ് സാസോൺ പോലെയുള്ള ഒരുപാട് ആളുകൾ അവരുടെ താഴെ പിന്നീട് വന്നിട്ടുള്ള വിൽഫ്രഡ് ഓവൻ പോലെയുള്ള ഒരുപാട് ആളുകൾക്ക് പ്രോപ്പർ ഡിറക്ഷൻസ് എല്ലാം നൽകിയിട്ടുണ്ട്. സോ അത്തരത്തിലൊരു ട്രെൻഡ് ഇവരുടെ എല്ലാം പോയട്രിയിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പ്രധാന വാപ്പോയിറ്റ്സ് ആയിട്ട് നമ്മൾ എണ്ണുന്നത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ റൂബർട്ട് ബ്രൂക്ക്, വിൽഫ്രഡ് ഓവൻ, സിഗ്ഫ്രീഡ് സാസോനെ പോലെയുള്ള ആളുകളെയാണ്. അതുകൂടാതെയും കുറച്ച് മൈനർ വാപ്പോയിറ്റ്സ് കൂടെ ഉണ്ട്. അതേസമയം ഇന്നത്തെ നമ്മുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഈ 3 പ്രധാന വാപ്പോയിറ്റ്സുകളിലാണ്. ആദ്യം തന്നെ നമുക്ക് റൂബർട്ട് ബ്രൂക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇദ്ദേഹം ഒരു ഇംഗ്ലീഷ് പോയിറ്റ് ആയിരുന്നു ആൻഡ് ഹി വാസ് നോൺ ഫോർ ഹിസ് ഐഡിയലിസ്റ്റിക് വാർ സോണറ്റ്സ് റിട്ടൺ ഡ്യൂറിംഗ് ദ ഫസ്റ്റ് വേൾഡ് വാർ, എസ്പെഷ്യലി ദ സോൾജിയർ. അതായത് ഇദ്ദേഹത്തിൻ്റെ ചില ഐഡിയലിസ്റ്റിക് വാർ സോണറ്റ്സ് ആണ് ഇദ്ദേഹം കൂടുതലായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, കൂടുതലായിട്ട് സോണറ്റ് ഫോമിലാണ് എഴുതിയിട്ടുള്ളത്. സ്പെസിഫിക്കലി ഇതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് ഫസ്റ്റ് വേൾഡ് വാറിനെ ബേസ് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന അത്തരത്തിലുള്ള സമയത്തുള്ള എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുന്ന പ്രധാന വർക്കായിട്ടുള്ള ദ സോൾജിയർ ആണ്. ഓൾറൈറ്റ്. ഐറിഷ് പോയിറ്റ് ആയിട്ടുള്ള W.B. Yeats ഇദ്ദേഹത്തെ പലപ്പോഴായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ദ ഹാൻഡ്സമസ്റ്റ് യങ് മാൻ ഇൻ ഇംഗ്ലണ്ട് എന്നാണ്. ഇത് ഒരു പക്ഷേ ചോദിച്ചേക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ കോട്ട് ഞാനിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. കാരണം W.B. Yeats നമുക്കറിയാം സെൽറ്റിക് റിവൈവലൊക്കെ തൻ്റെ വർക്ക്സിലൂടെ കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു രൂപഘടന കൂടി ഇദ്ദേഹത്തിൻ്റെ പല ഫ്രണ്ട് സർക്കിൾസിനും ഒരുപാട് സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇദ്ദേഹം ഒരുപാട് ഗ്രൂപ്പ്സുകളിൽ ആക്റ്റീവായിരുന്നു, സ്പെസിഫിക്കലി ബ്ലൂംസ്ബറി ഗ്രൂപ്പിലൊക്കെ. ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ ഒരുപക്ഷെ ഇദ്ദേഹത്തിൻ്റെ ലിറ്റററി ഇൻഫ്ലുവൻസ് കാരണമായിട്ട് അദ്ദേഹത്തിൽ ആകർഷണമായിട്ടുള്ളൊരു സൗഹൃദം സ്ഥാപിച്ചിട്ടുള്ള ആളുകളായിരിക്കാം. അല്ലാത്തവർ ഇദ്ദേഹത്തിൻ്റെ ഹാൻഡ്സംനെസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഐറിഷ് പോയിറ്റ് ആയിട്ടുള്ള W.B. Yeats അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത് ദ ഹാൻഡ്സമസ്റ്റ് യങ് മാൻ ഇൻ ഇംഗ്ലണ്ട് എന്നുള്ളത്. ആൻഡ് ബ്രൂക്ക് മെയ്ഡ് ഫ്രണ്ട്സ് അമംഗ് ദ ബ്ലൂംസ്ബറി ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ വിർജീനിയ വോൾഫ്, ലിയനാർഡ് വോൾഫ്, അങ്ങനെ ഒരുപാട് പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരുടെ ഒരു സംഗമമാണ് ബ്ലൂംസ്ബറി ഗ്രൂപ്പിലുണ്ടായിരുന്നത് അല്ലേ. ആൻഡ് ഹി ആൾസോ ബിലോങ്സ് ടു another literary group known as the Georgian poets and was one of the most important of the Dymock poets. ജോർജിയൻ പോയിറ്റ്സിൻ്റെ സ്കൂളിലും ഡൈമക് പോയിറ്റ്സിൻ്റെ സ്കൂളിലും ഇദ്ദേഹം ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് ആയിട്ടുണ്ടായിരുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഓൾറൈറ്റ്. നമുക്കറിയാം പ്രധാന ജോർജിയൻ പോയിറ്റ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് റൂബർട്ട് ബ്രൂക്ക് ഒരു ശക്തനായിട്ടുള്ളൊരു പാർട്ടിസിപ്പൻ്റ് ആണ്. കൂടാതെ റോബർട്ട് ഗ്രേവ്സ് ഉണ്ടായിരുന്നു, എഡ്മണ്ട് ബ്ലണ്ടൻ ഉണ്ടായിരുന്നു, സിഗ്ഫ്രീഡ് സാസോൺ, ഇദ്ദേഹം ഒരു ജോർജിയൻ പോയിറ്റാണ്. D.H. ലോറൻസ് ഒക്കെ ഈ ഒരു സമയത്ത് വരുന്ന ആളുകളാണ് അല്ലേ. കൂടാതെ ഡൈമക് പോയിറ്റ്സ് ആയിട്ട് ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് നമുക്കറിയാം. റൂബർട്ട് ബ്രൂക്ക് ആസ് യൂഷ്വൽ ആൻഡ് ജോൺ റിംഗ്വാട്ടർ, വിൽഫ്രിഡ് ഗിബ്സൺ, എഡ്വാർഡ് തോമസ്, ലെസലസ് ആംബർക്രോംബി. അതുകൂടാതെ അമേരിക്കൻ ഫേമസ് ആയിട്ടുള്ള പോയിറ്റ് ആയിട്ടുള്ള അമേരിക്കൻ റൈറ്റർ ആയിട്ടുള്ള റോബർട്ട് ഫ്രോസ്റ്റ്. ഇവരെല്ലാവരും ഡൈമോക്ക് എന്ന് പറഞ്ഞ വില്ലേജുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകളായതുകൊണ്ടും അവിടെ അവർ പലപ്പോഴായിട്ട് മീറ്റ് ചെയ്തിട്ടുള്ള ആളുകളായതുകൊണ്ടും ഇത്തരത്തിലുള്ളൊരു ക്ലാസിഫിക്കേഷനിൽ, ഇത്തരത്തിലൊരു ഗ്രൂപ്പ് ഓഫ് പോയിറ്റ് ഒരു ക്ലബിൽ അദ്ദേഹം ആക്റ്റീവ് മെമ്പർ ആയിരുന്നു. ഓൾറൈറ്റ്. സോ ഇത്തരത്തിൽ ഒരുപാട് ലിറ്റററി ഗ്രൂപ്പുകളിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് സ്ഥാപിച്ചിട്ടുള്ള, ഒരുപാട് ഇൻഫ്ലുവൻസ് നേടിയെടുത്തിട്ടുള്ള ഒരാളായിരുന്നു റൂബർട്ട് ബ്രൂക്ക് എന്ന് പറയുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ സോൾജിയർ എന്ന് പറയുന്ന പോം ഒന്ന് കൺസിഡർ ചെയ്യാം. ഈ ഒരു പോയം ഇദ്ദേഹം 1914 പോയംസ് എന്ന് പറയുന്ന ഒരു സീരീസിൽ 5ാമത്തേതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വർക്കാണ്, ഒരു പോമാണ്. ഓൾറൈറ്റ്. ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1915 ഇൻ ദ ബുക്ക് 1914 ആൻഡ് അതർ പോംസ്. അത് പബ്ലിഷ് ചെയ്ത് വരുന്നത് യഥാർത്ഥത്തിൽ 1914 ആൻഡ് അതർ പോംസ് എന്ന് പറയുന്ന ഒരു ബുക്കിലാണ് ഇത് പബ്ലിഷ് ചെയ്ത് വരുന്നത്. സോ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പബ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് 1915 ആണ്. ഓൾറൈറ്റ്. കൂടാതെ വിൽഫ്രിഡ് ഓവൻ്റെ ആൻറ്റിവ പോവുമായിട്ടുള്ള ദിൽസെ എറ്റ് ഡെക്കോറം എസ്റ്റ് എന്ന് പറയുന്ന പോവുമായിട്ട് ഇത് പലപ്പോഴും കോൺട്രാസ്റ്റ് ചെയ്യാറുണ്ട്. രണ്ട് കാര്യങ്ങളും കുറിച്ച്
കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ജക്സ്റ്റിപ്പോസ് ചെയ്തുകൊണ്ട് കോൺട്രാസ്റ്റ് ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്യാറുണ്ട്. രണ്ടും എതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതുകൊണ്ട്. അദ്ദേഹത്തിൻ്റെത് ഒരു വാ പോയമാണ്, മറ്റേതൊരു ആൻറ്റി വാ പോയമാണ്. കൂടാതെ ദ മാനുസ്ക്രിപ്റ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് കിങ്സ് കോളേജ് കാംബ്രിഡ്ജ്. ഇത് മാനുസ്ക്രിപ്റ്റ് വേർഷനിലായിട്ടാണ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇപ്പോൾ പ്രിസർവ് ചെയ്തിരിക്കുന്നത് കിങ്സ് കോളേജിലാണ്. സ്പെസിഫിക്കലി ഇതൊരു പെട്രാക്കൻ അഥവാ ഇറ്റാലിയൻ സോണറ്റ് ഫോമിലാണ്. ഓൾറൈറ്റ്, അതായത് ഒരു ഒക്ടറ്റും ഉണ്ടാവും, കൂടാതെ ഒരു സെസ്റ്ററ്റും ഉണ്ടാവും. ഓൾറൈറ്റ്, അത് നമുക്കറിയാവുന്നതാണല്ലേ, ഇദ്ദേഹം ഒരു സോണറ്റിയർ ആണെന്ന് നമുക്ക് അറിയാൻ സാധിച്ചു അല്ലേ. ഇദ്ദേഹം സോൾജിയർ പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ ഏകദേശം തൊട്ട് മുമ്പാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സോണറ്റിൽ യഥാർത്ഥത്തിൽ ഇദ്ദേഹം കാര്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് അവരുടെ പാട്രിയോട്ടിസം ഡിക്ലെയർ ചെയ്തുകൊണ്ട് അവരുടെ ഹോംലാൻഡിന് വേണ്ടിയിട്ട് ഒരുപാട് ജീവത്യാഗം നടത്തുന്ന ഡിസീസ്ഡ് സോൾജേഴ്സിൻ്റെ ഒരു മെമ്മോയിഡായിട്ടാണ് ഇദ്ദേഹം ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹം ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഡിക്ലെയർ ചെയ്യുന്നത് his sacrifice, the soldier's sacrifice, will be the eternal ownership of England or the small portion of land where his body is buried. അത് ഇംഗ്ലണ്ടിനുള്ളൊരു എറ്റേണൽ ഓണർഷിപ്പ് ആയിരിക്കും ഇദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരുപാട് ഒട്ടനവധി സോൾജേഴ്സിൻ്റെ ഈ ഒരു ത്യാഗം എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, സോ ഈ ഒരു ഡെഡ് സോൾജേഴ്സിനെയും അവരെ കുറിച്ചുള്ള ഓർമ്മകളും ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ വർക്കാണ് ദ സോൾജിയർ എന്ന് പറയുന്നത്. കൂടുതൽ ഡീപ്പായിട്ട് പോവേണ്ട ആവശ്യമില്ല, കാരണം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് മേജർ വർക്കാണെങ്കിലും നമ്മൾ ഷേക്സ്പിയർ പോലെയോ തോമസ് ഹാർഡി പോലെയോ അല്ലെങ്കിൽ നമ്മൾ ഡിക്കൻസ് പോലെയോ ഒന്നും നമ്മൾ ഡീൽ ചെയ്യുന്ന പോലെ അത്രത്തോളം ആഴത്തിൽ പോവേണ്ട തരത്തിലുള്ള വർക്ക്സ് അല്ല ഇതൊന്നും. സോ അതിനനുസരിച്ച് സമീപിക്കുക എന്നുള്ളൊരു അപ്രോച്ചാണ് നമ്മളിവിടെ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് റൈറ്ററിലേക്ക് ഒട്ടും വൈകാതെ തന്നെ കടക്കാം. പാരറൈം എന്താണെന്ന് സംശയിച്ചിരിക്കുന്നവർക്ക് ഇതിൽ നമുക്കറിയാം, ഇപ്പോൾ നോർമലി ഒരു റൈമിംഗ് വേർഡ് വരുന്നത് ഇപ്പോൾ ഹോൾ, ബോൾ എന്ന് പറയുന്ന രൂപത്തിലാണ്. അതായത് രണ്ട് സിമിലർ വേർഡ്സ് തമ്മിൽ റൈം ചെയ്യുവാൻ സാധിക്കണം. പക്ഷേ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ളൊരു അപ്രോച്ച് എന്ന് പറയുന്നത് ഇദ്ദേഹം ഈ ഒരു എൻ്റെ പോയത്തിൽ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട്, ആൻഡ് ബൈ ഹിസ് സ്മൈൽ ഐ ന്യൂ ദാറ്റ് സലൻ ഹാൾ, ബൈ ഹിസ് ഡെഡ് സ്മൈൽ ഐ ന്യൂ വി സ്റ്റഡ് ഇൻ ഹെൽ. ഒരു വ്യത്യാസം തോന്നുന്നില്ലേ? ഹാൾ എന്ന സമയത്ത് അതിനോട് റൈം ചെയ്യുന്ന തരത്തിലുള്ളൊരു വാക്കാണ് വരേണ്ടത്, ഹോൾ അല്ലെങ്കിൽ ബോൾ. പക്ഷേ ഇവിടെ ഹോൾ എന്നുള്ള പറയുന്നതിന് പകരം ഹെൽ അല്ലേ. ഒരേ സമയം ഒറ്റ അക്ഷരത്താൽ സെപ്പറേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഒറ്റ അക്ഷരത്തിൻ്റെ മാത്രം ഡിഫറൻസ് ഉള്ള രണ്ട് വേർഡ്സാണ്. എന്നാൽ അതേസമയം അത് റൈം ചെയ്യുന്നുണ്ട്, എന്നാൽ നേരിയ വ്യത്യാസമുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ ദ പാരറൈം ഹിയർ ലിങ്ക്സ് കീ വേർഡ്സ് ആൻഡ് ഐഡിയാസ് വിത്തൗട്ട് ഡിട്രാക്ടിങ് ഫ്രം ദ മീനിങ് ആൻഡ് സോളംനിറ്റി ഓഫ് ദ പോം. ഇവിടെ കാര്യമായിട്ട് ചെയ്യുന്നത് അതാ പ്രധാനപ്പെട്ട വേർഡ്സും അതുപോലെ തന്നെ ഐഡിയാസും കാര്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആദ്യത്തേത് സലൻ ഹാളാണ്, രണ്ടാമത്തേത് ഹെല്ലാണ്. രണ്ടും ഏറെക്കുറെ സിമിലർ ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. ഓൾറൈറ്റ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മീനിങ് പ്രോപ്പറായിട്ട് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ അത് ഫുൾ റൈം പലപ്പോഴേ അത് അല്ലെങ്കിൽ വളരെ അപൂർവമായിട്ട് അത് ചെയ്യുകയുള്ളൂ. സോ ഇത്തരത്തിലുള്ളൊരു റൈമിംഗ് സിസ്റ്റമാണ് പാരറൈം എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, ഈ പോയത്തിൻ്റെ പ്രധാന ആദ്യം തുടങ്ങുന്ന വരിയൊന്നും കൂടി ഓർത്തു വയ്ക്കുന്നത് നന്നായിരിക്കും. ഐ ആം ദ എനിമി യു കിൽഡ് മൈ ഫ്രണ്ട് എന്ന് പറയുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ലൈനാണ്. ഇത് ഇദ്ദേഹത്തിൻ്റെ ഓവൻ അസോസിയേഷൻ്റെ, വിൽഫ്രഡ് ഓവൻ അസോസിയേഷൻ്റെ ഒരു മെമ്മോറിയൽ സ്കൾപ്ചറിൽ പോലും ഈ ഒരു വരി എഴുതിയിട്ടുണ്ട്. സോ ഈ ഒരു ഓപ്പണിംഗ് ലൈൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐ ആം ദ എനിമി യു കിൽഡ് മൈ ഫ്രണ്ട് എന്ന് പറയുന്നത്. പറ്റുമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളുടെ ഒഴിവിനനുസരിച്ച് ഒരു ഡീറ്റെയിൽ സമ്മറി വായിക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. അതായത് ഈ രണ്ട് സോൾജേഴ്സ് തമ്മിലുള്ളൊരു ഇൻട്രാക്ഷനും അതിനുശേഷം അവരെ ഒരു ഫൈനൽ കൺക്ലൂഷനിൽ വരികയാണ് എല്ലാം എത്ര നിരർത്ഥകമായിരുന്നു, രണ്ട് ഐഡിയോളജീസ് അല്ലെങ്കിൽ രണ്ട് വിഭാഗം പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് സാധാരണ പച്ചയായിട്ടുള്ള മനുഷ്യർ പരസ്പരം കൊല്ലുകയും അതുപോലെ തന്നെ ക്രൂശിക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥയാണ്. അപ്പോൾ അതിനെ അപലപിക്കുന്ന ഒരു ശക്തമായിട്ടുള്ളൊരു പോമാണ് സ്ട്രേഞ്ച് മീറ്റിംഗ് എന്ന് പറയുന്നത്. വാ പോയറ്റ്സിൻ്റെ കൂട്ടത്തിൽ ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്ന ഒരു എഴുത്തുകാരനാണ്, ഒരു പോയറ്റാണ് വിൽഫ്രഡ് ഓവൻ എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു ഇംഗ്ലീഷ് പോയറ്റും ആയിരുന്നു, സോൾജിയർ ആയിരുന്നു. കൂടാതെ ഹി വാസ് വൺ ഓഫ് ദ ലീഡിംഗ് പോയറ്റ്സ് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ. പ്രധാനമായിട്ടും വാ പോയറ്റ്സ് എന്ന് നമ്മൾ എടുത്തു പറയുമ്പോൾ ആദ്യമായിട്ട് മനസ്സിലേക്ക് ഓടി വരുന്ന മുഖം എന്ന് പറയുന്നത് വിൽഫ്രഡ് ഓവൻ്റേതാണ്. ആൻഡ് ഹിസ് ടൈം പീരിയഡ് വാസ് ഫ്രം 1893 to 1918. His war poetry on the horrors of trenches and gas warfare was much influenced by his mentor Siegfried Sassoon and stood in contrast to the public perception of war at the time and to the confidently patriotic verse written by early war poets such as Rupert Brooke. Alright,
ഇദ്ദേഹമാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സിഗ്ഫ്രിഡ് സാസോണിൻ്റെ ഒരു സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്. കൂടാതെ ഇദ്ദേഹം ഈ ട്രഞ്ചസിലും അതുപോലെ തന്നെ ഗ്യാസ് വാർഫെയറിലും ഒളിച്ചിരിക്കുന്ന ഈ ഒരു ഹൊററിനെ കുറിച്ചും അതിലെ ആ ഒരു ബ്രൂട്ടാലിറ്റിയെക്കുറിച്ചും കൂടുതൽ ശക്തമായിട്ടുള്ള തുറന്നെഴുത്തലുകൾ ഇദ്ദേഹമാണ് നടത്തിയിട്ടുള്ളത്. ഓൾറൈറ്റ്, കാരണം അന്നത്തെ ഒരു ആളുകളുടെ ഒരു പബ്ലിക് പെർസെപ്ഷൻ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഓൾറൈറ്റ്, അതുകൊണ്ട് തന്നെ ഏർലിയർ വാപ്പോയിറ്റ്സ് ആയിട്ടുള്ള റൂബർട്ട് ബ്രൂക്ക് ഒക്കെ സ്വീകരിച്ചിട്ടുള്ള ആ ഒരു നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി സ്റ്റാർക്ക് ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ജനങ്ങളുടെ ഭാഷയോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള ഒരു വർക്കാണ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ള തരത്തിലൊരു അഡ്വൈസൊക്കെ സിഗ്ഫ്രിഡ് സാസോണിൽ നിന്ന് നമ്മുടെ വിൽഫ്രിഡ് ഓവന് ലഭിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, കൂടാതെ ഇദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഓഫ് ദി വർക്ക്സും ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മസ് പബ്ലിക്കേഷനാണ്, അതായത് മരണാനന്തരം പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ ഡൾസെറ്റ് ഡെക്കോറം, ഇൻസെൻസിബിലിറ്റി പോലെയുള്ള വർക്ക്സൊക്കെ. ഇദ്ദേഹത്തിൻ്റെ എക്കാലത്തെയും ബെസ്റ്റ് വർക്ക്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡൾസെറ്റ് ഡെക്കോറം, ഇൻസെൻസിബിലിറ്റി, ആന്തം ഫോർ ഡൂംഡ് യൂത്ത്, ഫ്യൂട്ടിലിറ്റി, സ്പ്രിംഗ് ഒഫെൻസീവ്, സ്ട്രേഞ്ച് മീറ്റിംഗ് തുടങ്ങിയവയാണ്. ഇതിൽ സ്ട്രേഞ്ച് മീറ്റിംഗ് എന്ന് പറയുന്ന വർക്ക് ഒരുപക്ഷെ വളരെ പോപ്പുലർ ആയിരിക്കും, നമ്മൾ മാസ്റ്റേഴ്സിനെ പഠിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ഒരു പെർട്ടിക്കുലർ പോയത്തിലൂടെ തന്നെ നിങ്ങളൊരു പക്ഷേ ആ ഒരു പോം നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ്, എത്രത്തോളം ഡിഫറെൻ്റ് ആയിട്ടാണ്, ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിലാണ് ഇദ്ദേഹം ഈ ഒരു വാറിൻ്റെ ഒരു ഹൊറർ ഇദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാവരും വാർ ഫ്രണ്ടിൽ നടക്കുന്ന കഥകൾ പറയുമ്പോൾ മരണശേഷം തൻ്റെ എനിമിയെ മീറ്റ് ചെയ്യുന്ന ഒരു സോൾജിയറിൻ്റെ പെർസ്പെക്റ്റീവിലൂടെ കഥ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഇച്ഛാശക്തി, അദ്ദേഹത്തിൻ്റെ ഒരു ചിന്താശക്തി എന്നൊക്കെ പറയുന്നത് വളരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, അല്ലേ? സോ ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന വർക്ക്സ്: ഡൾസെറ്റ് ഡെക്കോറം, ഇൻസെൻസിബിലിറ്റി, ആന്തം ഫോർ ഡൂംഡ് യൂത്ത്, ഫ്യൂട്ടിലിറ്റി, സ്പ്രിംഗ് ഒഫെൻസീവ് ആൻഡ് സ്ട്രേഞ്ച് മീറ്റിംഗ്. സോൾജിയേഴ്സ് ആയതുകൊണ്ടും നമ്മൾ സാധാരണ ഇതൊരു കരിയറാക്കി മാറ്റിയിട്ടുള്ള ആളുകളെപ്പോലെ അവർക്ക് ഒരു ലോങ് കോൺട്രിബ്യൂഷൻ ലിസ്റ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവരുടെ ഈ ഒരു സിവിൽ സെർവൻറ്റ് ലൈഫിനിടയിലും അവർ എൻജോയ് ചെയ്തിരുന്ന, അല്ലെങ്കിൽ അവർ ലോകത്തോട് പറയാൻ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങളാണ് പോംസ് ആയിട്ട് ചില ലിറ്റററി എൻത്യൂസിയാസ്റ്റുകൾ ആയതിനാൽ അവർ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓൾറൈറ്റ്, സോ അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പ്രധാന 2 വർക്ക്സിന് കൺസിഡർ ചെയ്യാം. കൂടാതെ നിങ്ങൾക്ക് ഇവിടെ തരുന്ന ഒരു ഹോംവർക്ക് എന്ന് പറയുന്നത് ഒരു ബ്രീഫ് നോട്ട്, ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രധാന ഈ എല്ലാ വർക്ക്സിനും, അതായത് ഡൾസെറ്റ് ഡെക്കോറം എസ്റ്റിനെ കുറിച്ചും സ്ട്രേഞ്ച് മീറ്റിങ്ങിനെ കുറിച്ചും, രണ്ടും പ്രത്യേകം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അതിന് ഞാൻ സ്ട്രെസ് ചെയ്തൊന്ന് ഞാൻ നിങ്ങൾക്ക് നോട്ട് തരുന്നതായിരിക്കും. അതുകൂടാതെ ഇൻസെൻസിബിലിറ്റി, ആന്തം ഫോർ ഡൂംഡ് യൂത്ത്, ഫ്യൂട്ടിലിറ്റി, സ്പ്രിംഗ് ഒഫെൻസീവ്, ഇതിനെ സംബന്ധിച്ച് ഒരു ചെറിയൊരു നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾറൈറ്റ്, അതൊരു ചെറിയൊരു ഹോംവർക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുക. എത്രത്തോളം വ്യാപ്തിയും ആഴവും വേണമെന്ന് ഞാൻ നെക്സ്റ്റ് സ്ലൈഡ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓൾറൈറ്റ്, ഇത് ഒരുപാട് ആഴത്തിൽ കൺസിഡർ ചെയ്യേണ്ട പോംസോ വർക്ക്സുകളോ അല്ല, പക്ഷേ ഇതിനെക്കുറിച്ച് ബേസിക് ഫാക്ട്സുകളും ഡീറ്റെയിൽസും അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡൾസെറ്റ് ഡെക്കോറം പോലെയും സ്ട്രേഞ്ച് മീറ്റിങ്ങിനെ പോലെയും അത്രത്തോളം പ്രാധാന്യം മറ്റ് വർക്ക്സിന് വരുന്നില്ല, പക്ഷേ ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളൊരു അർത്ഥത്തിലാണ് ചെറിയൊരു ഹോംവർക്ക് ആയിട്ട് അത് ചെയ്യുവാൻ പറഞ്ഞിട്ടുള്ളത്. ഡൾസെറ്റ് ഡെക്കോറം എസ്റ്റ് 1920 ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, അതായത് പോസ്റ്റ്മസ് പബ്ലിക്കേഷനാണ്. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം 1918 വരെയായിരുന്നു, അല്ല 1893 മുതൽ 1918 വരെയായിരുന്നു. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മസ് പബ്ലിക്കേഷനാണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതായത് പല പോയിറ്റ്സും, പല പോയിറ്റ്സും അവർക്ക് അവരുടെ പല റൈറ്റിങ്സും പോയംസും ഒന്നും അവരുടെ ജീവിതകാലത്ത് പബ്ലിഷ് ചെയ്യാനുള്ളൊരു ഭാഗ്യം ലഭിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ സമയത്ത് അവർ വെറും സോൾജേഴ്സ് മാത്രമായിരുന്നു, അല്ലെങ്കിൽ ലിറ്റററി സക്സസ് എന്തെന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റാത്ത, അതിനുള്ള ഭാഗ്യമില്ലാതെ പോയിട്ടുള്ള ആളുകളാണ്. ഈ പോയം ഇദ്ദേഹം എഴുതുന്നത് വേൾഡ് വാർ 1 സമയത്താണ്. പിന്നീട് പോസ്റ്റ്മസ് പബ്ലിക്കേഷനായിട്ടാണ് 1920 ഇദ്ദേഹം ഇത് കൊണ്ടുവരുന്നത്, അതായത് ഇദ്ദേഹത്തിൻ്റെ ഈ വർക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ലാറ്റിൻ ടൈറ്റിലാണ്, നിങ്ങൾക്ക് ഒരുപക്ഷെ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ലാറ്റിൻ ടൈറ്റിൽ ഇറ്റ്സ് ആക്ച്വലി ടേക്കൻ ഫ്രം ഓഡ് 3.2 ഓഫ് റോമൻ പോയിറ്റ് ഹൊറസ് ആൻഡ് മീൻസ് ഇറ്റ് ഈസ് സ്വീറ്റ് ആൻഡ് ഫിറ്റിംഗ്. ഇത് ഹൊറസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഓഡിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു വരിയാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് സ്വീറ്റ് ആൻഡ് ഫിറ്റിംഗ് എന്ന് പറയുന്ന ഒരു മീനിങ് ആണ് ഇതിന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇറ്റ് ഈസ് ഫോളോഡ് ബൈ പ്രൊപാട്രിയ മോറി വിച്ച് മീൻസ് ടു ഡൈ ഫോർ വൺസ് കൺട്രി. ഓൾറൈറ്റ്, ഇതിന് ശേഷം വരുന്ന പ്രധാന വർക്ക് എന്ന് പറയുന്നത് പ്രൊപാട്രിയ മോറി എന്നുള്ള വർക്കാണ്. അതിനർത്ഥം ടു ഡൈ ഫോർ വൺസ് കൺട്രി എന്നുള്ളതാണ്. ഇതിനൊരു സീക്വലായിട്ട്, ഒരു സീക്വൽ എന്നുള്ള ഒരു ഇംപ്ലിക്കേഷനോട് കൂടി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മറ്റൊരു വർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്വീറ്റ് ആൻഡ് ഫിറ്റിംഗ് എന്നുള്ളത് ആദ്യത്തെ വർക്കാണ് ഡൾസെറ്റ് ഡെക്കോറം എസ്റ്റ്. അതിനുശേഷം വന്നിട്ടുള്ള പ്രധാന വർക്കാണ് പ്രൊപാട്രിയ മോറി. അതിനർത്ഥം ടു ഡൈ ഫോർ വൺസ് കൺട്രി എന്നുള്ളതാണ് എന്നും ഓർത്ത് വയ്ക്കുക.
കൂടാതെ ഈ ഒരു നോവലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഒരുപാട് ഹൊറിഫിക് ഇമാജിനറീസും വാറിനെ ക്രൂരമായിട്ട് കണ്ടം ചെയ്യുന്ന പുച്ഛിക്കുന്ന ഒരുപാട് അവസ്ഥകളും ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. ഓൾറൈറ്റ്, സ്പെസിഫിക്കലി കൂടുതലായിട്ട് ആ ഒരു സമയത്തുണ്ടായിരുന്ന വാറിൻ്റെ ഹൊറേഴ്സും എങ്ങനെയാണ് ബ്രിട്ടീഷ് സോൾജേഴ്സിനെ ക്ലോറിൻ ഗ്യാസ് വെച്ചിട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം വളരെ ശക്തമായിട്ട് തന്നെ ഇതിൽ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സ്പെസിഫിക്കലി അന്നത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഗ്യാസ് അറ്റാക്സ് അവർക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. കൂടാതെ ഈ ഗ്യാസ് അറ്റാക്സ് എന്ന് പറയുന്നത് ഒരുപാട് പോയിസൺ, ചില ഷെൽസുകൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുകയാണ്. ആ സമയത്ത് അതിൽ നിന്നൊരു പോയിസൺ ഗ്യാസ് എക്സ്പ്ലോഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ചില സോൾജേഴ്സ് സ്പെസിഫിക്കലി അവരുടെ മാസ്ക് ഓൺ അല്ലെങ്കിൽ വലിയൊരു റിസ്കിൽ അവരെ സ്വയം ഡേഞ്ചറിലാക്കപ്പെടുന്ന ഒരു സിറ്റുവേഷനും കൂടി അവിടെ വരുന്നതാണ്. ഓൾറൈറ്റ്, സോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ഗ്യാസിൻ്റെ ഒരു മനുഷ്യൻ്റെ മേലുള്ള അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സോൾജേഴ്സിൻ്റെ മേലുണ്ടായിരുന്ന ഒരു ഗ്രൂസം എഫക്റ്റിനെ ഇദ്ദേഹം ക്രൂരമായിട്ട് വിമർശിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇത് പച്ചയായിട്ട് ഇത്തരത്തിലുള്ള കഠിനമായിട്ടുള്ള അവസ്ഥകളൊക്കെ തുറന്നു പറയുന്നതിലൂടെ വാറിൻ്റെ റിയാലിറ്റി എന്താണെന്ന് ആളുകൾ മനസ്സിലാക്കണമെന്ന് ഒരു ശക്തമായിട്ടുള്ള ഭാഷയിലൂടെ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. റൈറ്റ്, അതായത് ഈ ഒരു വർക്കിലൂടെയും അതിൻ്റെ സീക്വൻസിലൂടെയും ഇദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് ഡെൽസ് എറ്റ് ഡെക്കോറം എസ്റ്റ് പ്രോ പാട്രിയ മോറി എന്ന് പറയുന്ന കണ്ടിന്യൂസ് ആയിട്ട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഈ രണ്ട് വർക്ക്സിലൂടെ ഇദ്ദേഹം പറയുന്നത് ഹൗ സ്വീറ്റ് ആൻഡ് ഓണറബിൾ ഇറ്റ് ഈസ് ടു ഡൈ ഫോർ വൺസ് കൺട്രി എന്നുള്ളതാണ്. ഓൾറൈറ്റ്, ഹൗ സ്വീറ്റ് ആൻഡ് ഓണറബിൾ ഇറ്റ് ഈസ് ടു ഡൈ ഫോർ വൺസ് കൺട്രി എന്നുള്ളതാണ് ഈ രണ്ട് സ്വീക്കൽസിലൂടെയും ഇദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓൾറൈറ്റ്, സോ ഇത്തരത്തിലുള്ള ഹൊറേഴ്സാണ് ഇദ്ദേഹത്തെ ഈ ഒരു പോം എഴുതുവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. റൈറ്റ്, സോ ഇതിൽ ഏറ്റവും ഒടുവിലായിട്ട് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഒടുവിൽ ഒരു റണ്ണിങ് കമൻട്രി കാണാൻ സാധിക്കും. അതായത് എ ലെറ്റർ ടു ജെസി പോപ്പ്, അതായത് ഒരു സിവിലിയൻ പ്രോപ്പഗൻഡിസ്റ്റ് ആയിരുന്നു വേൾഡ് വാർ I സമയത്ത്. ഓൾറൈറ്റ്, ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ളൊരു ലെറ്റർ അല്ലെങ്കിൽ ഒരു മൈനർ ഡെഡിക്കേഷനായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ആക്ച്വലി ഡെഡിക്കേറ്റഡ് ടു പോപ്പ്. റൈറ്റ്, ഈ ഒരു ഡെഡിക്കേഷൻ്റെ ഇൻറ്റൻഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ മറ്റൊന്ന് റോമൻ പോയിറ്റായിട്ടുള്ള ഹൊറസിൻ്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ഓഡിൽ നിന്നുമാണ് ഇത് എടുത്തിട്ടുള്ളത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ഡെൽസ് എറ്റ് ഡെക്കോറം എസ് പ്രോ പാട്രിയ മോറി മോർ എസ് ഫിഗാസം ഫർ സെക്യൂർ വൈറം. ആ ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരും: ഹൗ സ്വീറ്റ് ആൻഡ് ഫിറ്റിംഗ് ഈസ് ടു ഡൈ ഫോർ വൺസ് കൺട്രി. Death pursues the man who flees, spares not the hamstrings or cowardly backs of battle-shy youths. ഇനി സ്ട്രേഞ്ച് മീറ്റിംഗ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള പോയം ഒന്ന് ശ്രദ്ധിക്കാം. ഇതിലും മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വേൾഡ് വാറിൻ്റെ അട്രോസിറ്റീസ് തന്നെയാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നേരിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഒരു എൻറ്റയർ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് റിവേഴ്സ് ചെയ്തൊരു കണ്ടീഷൻസിലാണ്, അല്ലേ? അതായത് ഏകദേശം ഇതിനു മുമ്പുള്ള മറ്റ് പോംസ് എല്ലാം കമ്പാരിറ്റീവ്ലി ലൈവ് ബാറ്റിൽ ഫ്രണ്ടിലുള്ള എക്സ്പീരിയൻസസിനെ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് ഈ ഒരു പെർട്ടിക്കുലർ പോം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബാറ്റിൽ ഫ്രണ്ടിലെ ഇത്രയും രൂക്ഷമായിട്ടുള്ള ഈ ഒരു കണ്ടീഷൻ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ അണ്ടർവേൾഡിലേക്ക് എസ്കേപ്പ് ചെയ്തപ്പോൾ അവിടെ ഇദ്ദേഹം മുൻപ് മരിച്ചൊരു എനിമി സോൾജിയറിനെ കാണുകയാണ്. അല്ലെങ്കിൽ അദ്ദേഹം തലേ ദിവസം കൊന്നിട്ടുള്ള, അദ്ദേഹത്താൽ മരണപ്പെട്ടിട്ടുള്ള ഒരു ആളെ അദ്ദേഹം അവിടെ കാണുകയാണ്, ഒരു സോൾജറിനെ അദ്ദേഹം അവിടെ കാണുകയാണ്. ഓൾറൈറ്റ്, അത്തരത്തിലൊരു ത്രെഡിലൂടെയാണ് ഈ ഒരു പെർട്ടിക്കുലർ പോം മൂവ് ചെയ്യുന്നത്. ഇത് ഏകദേശം ഒരു 1918 സമയത്തായിരുന്നു ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഏകദേശം 1919 ശേഷം ഓവൻ്റെ ഡെത്തിന് ശേഷമാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓൾറൈറ്റ്, സ്പെസിഫിക്കലി ഈ ഒരു പോയത്തിനെ എപ്പോഴും ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് വൺ ഓഫ് ഓവൻസ് മോസ്റ്റ് ഹോണ്ടിങ് ആൻഡ് കോംപ്ലക്സ് വാർ പോയംസ് ആയിട്ടാണ്. ഇതിൻ്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് പാരറൈം അല്ലെങ്കിൽ ഡബിൾ കോൺസണൻസ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഫീച്ചർ ഓഫ് പോയട്രി ഇവിടെ ത്രൂഔട്ട് ഒക്കെയർ ചെയ്യുന്നുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ പോയത്തിൽ. പാരറൈം എന്താണെന്ന് സംശയിച്ചിരിക്കുന്നവർക്ക് ഇതിൽ നമുക്കറിയാം, ഇപ്പോൾ നോർമലി ഒരു റൈമിംഗ് വേർഡ് വരുന്നത് ഇപ്പോൾ ഹോൾ, ബോൾ എന്ന് പറയുന്ന രൂപത്തിലാണ്. അതായത് രണ്ട് സിമിലർ വേർഡ്സ് തമ്മിൽ റൈം ചെയ്യുവാൻ സാധിക്കണം. പക്ഷേ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ളൊരു അപ്രോച്ച് എന്ന് പറയുന്നത് ഇദ്ദേഹം ഈ ഒരു എൻ്റെ പോയത്തിൽ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട്, ആൻഡ് ബൈ ഹിസ് സ്മൈൽ ഐ ന്യൂ ദാറ്റ് സലൻ ഹാൾ, ബൈ ഹിസ് ഡെഡ് സ്മൈൽ ഐ ന്യൂ വി സ്റ്റഡ് ഇൻ ഹെൽ. ഒരു വ്യത്യാസം തോന്നുന്നില്ല? ഹാൾ എന്ന സമയത്ത് അതിനോട് റൈം ചെയ്യുന്ന തരത്തിലുള്ളൊരു
വാക്കാണ് വരേണ്ടത്, ഹോൾ അല്ലെങ്കിൽ ബോൾ. പക്ഷേ ഇവിടെ ഹോൾ എന്നുള്ള പറയുന്നതിന് പകരം ഹെൽ അല്ലേ. ഒരേ സമയം ഒറ്റ അക്ഷരത്താൽ സെപ്പറേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഒറ്റ അക്ഷരത്തിൻ്റെ മാത്രം ഡിഫറൻസ് ഉള്ള രണ്ട് വേർഡ്സ് ആണ്. എന്നാൽ അതേസമയം അത് റൈം ചെയ്യുന്നുണ്ട്, എന്നാൽ നേരിയ വ്യത്യാസമുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ ദ പാരറൈം ഹിയർ ലിങ്ക്സ് കീ വേർഡ്സ് ആൻഡ് ഐഡിയാസ് വിതൗട്ട് ഡിട്രാക്ടിങ് ഫ്രം ദ മീനിങ് ആൻഡ് സോളംനിറ്റി ഓഫ് ദ പോം. ഇവിടെ കാര്യമായിട്ട് ചെയ്യുന്നത് അത് പ്രധാനപ്പെട്ട വേർഡ്സും അതുപോലെ തന്നെ ഐഡിയാസും കാര്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആദ്യത്തേത് സൾ ആൻഡ് ഹാൾ ആണ്, രണ്ടാമത്തേത് ഹെല്ലാണ്. രണ്ടും ഏറെക്കുറെ സിമിലർ ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. ഓൾറൈറ്റ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മീനിങ് പ്രോപ്പറായിട്ട് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ അത് ഫുൾ റൈം പലപ്പോഴേ അത് അല്ലെങ്കിൽ വളരെ അപൂർവമായിട്ട് അത് ചെയ്യുകയുള്ളൂ. സോ ഇത്തരത്തിലുള്ളൊരു റൈമിംഗ് സിസ്റ്റമാണ് പാരറൈം എന്ന് പറയുന്നത്. ഓൾറൈറ്റ്. ഈ പോയത്തിൻ്റെ പ്രധാന ആദ്യം തുടങ്ങുന്ന വരിയൊന്നും കൂടി ഓർത്ത് വയ്ക്കുന്നത് നന്നായിരിക്കും. ഐ ആം ദ എനിമി യു കിൽഡ് മൈ ഫ്രണ്ട് എന്ന് പറയുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ലൈനാണ്. ഇത് ഇദ്ദേഹത്തിൻ്റെ ഓവൻ അസോസിയേഷൻ്റെ വിൽഫ്രഡ് ഓവൻ അസോസിയേഷൻ്റെ ഒരു മെമ്മോറിയൽ സ്കൾപ്ചറിൽ പോലും ഈ ഒരു വരി എഴുതിയിട്ടുണ്ട്. സോ ഈ ഒരു ഓപ്പണിംഗ് ലൈൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐ ആം ദ എനിമി യു കിൽഡ് മൈ ഫ്രണ്ട് എന്ന് പറയുന്നത്. പറ്റുമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളുടെ ഒഴിവിനനുസരിച്ച് ഒരു ഡീറ്റെയിൽ സമ്മറി വായിക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. അതായത് ഈ രണ്ട് സോൾജേഴ്സ് തമ്മിലുള്ളൊരു ഇൻട്രാക്ഷനും അതിനുശേഷം അവരെ ഒരു ഫൈനൽ കൺക്ലൂഷനിൽ വരികയാണ് എല്ലാം എത്ര നിരർത്ഥകമായിരുന്നു. രണ്ട് ഐഡിയോളജീസ് അല്ലെങ്കിൽ രണ്ട് വിഭാഗം പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് സാധാരണ പച്ചയായിട്ടുള്ള മനുഷ്യർ പരസ്പരം കൊല്ലുകയും അതുപോലെ തന്നെ ക്രൂശിക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥയാണ്. അപ്പോൾ അതിനെ അപലപിക്കുന്ന ഒരു ശക്തമായിട്ടുള്ളൊരു പോമാണ് സ്ട്രേഞ്ച് മീറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാ പോയറ്റാണ് സിഗ്ഫ്രീഡ് സാസോൺ എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു ഇംഗ്ലീഷ് വാ പോയറ്റ് ആയിരുന്നു, റൈറ്റർ ആയിരുന്നു, സോൾജിയർ ആയിരുന്നു. കൂടാതെ he was actually decorated and he was also celebrated for his bravery on the Western Front. ഇദ്ദേഹത്തിൻ്റെ ധീരതയ്ക്ക് ഒരുപാട് പേര് കേട്ടിട്ടുള്ള ഒരാളായിരുന്നു. കൂടാതെ he became one of the leading poets of the First World War and his poetry both described the horrors of the trenches and satirized the patriotic pretensions of those who, in Sassoon's view, were responsible for a jingoism-fueled war. Quite ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലൈൻസ് ആണ്. എന്താണ് ജിങ്കോയിസം എന്ന് നമ്മൾ ഡീപ്പായിട്ടൊന്ന് അനലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായാൽ ഇദ്ദേഹം ഇവിടെ എങ്ങനെയാണ് അവരെ വിമർശിക്കുന്നതെന്നും എന്ത് തരത്തിലുള്ളൊരു മനോഭാവമാണ് സിഗ്ഫ്രീഡ് സാസോണിൻ്റെ ഇത്തരത്തിലുള്ള ആളുകളോട് ഉള്ളത് എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്താണ് ജിങ്കോയിസം എന്നുള്ളതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അതൊരു അഗ്രസീവ് നാഷണലിസ്റ്റിക് പോളിസിയാണെന്ന് പറയാം. അതായത് സ്വന്തം രാജ്യം മാത്രമാണ് ഏറ്റവും മികച്ചത്, മറ്റു രാജ്യങ്ങളെല്ലാം ഇതിന് കീഴെ വരുന്നതാണ്. ഒരു എക്സ്ട്രീം ടൈപ്പ് ഓഫ് നാഷണലിസമാണ് ജിങ്കോയിസത്തിലൂടെ. ഒരു കൊളോക്കിയൽ വേർഷനാണ് ഈ ഒരു ടേം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരാളുടെ രാജ്യത്തിൻ്റെ ആവശ്യകതകൾ വെച്ചുകൊണ്ട് ഒരു ഇഷ്യൂയെ നമ്മൾ ഒരു പാർഷ്യൽ മെൻറ്റാലിറ്റിയോട് കൂടി നമ്മൾ സമീപിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തിന് ഉതകുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഇനി ഒരുപക്ഷെ എത്രത്തോളം കറയുണ്ടെങ്കിൽ കൂടിയും നമ്മുടെ രാജ്യത്തെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുവാനുള്ളൊരു എഫേർട്ടേ നമ്മൾ കാണിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ആളുകളാണ് ജിങ്കോയിസ്റ്റുകൾ. അങ്ങനെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകളാണ് ജിങ്കോയിസ്റ്റുകൾ, അല്ലെങ്കിൽ ഒരു ജിങ്കോയിസ്റ്റിക് തോട്ട്സ് എന്ന് പറയുന്നത് അതാണ്. സോ ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അദ്ദേഹത്തിൻ്റെ പോയട്രി ഡിസ്ക്രൈബ് ദ ഹൊറേഴ്സ് ഓഫ് ദ ട്രെഞ്ചസ് ആൻഡ് സറ്റൈറൈസ്ഡ് പാട്രിയോട്ടിക് പ്രിറ്റൻഷൻസ് അല്ലേ. ഈ ഒരു നമ്മൾ വിൽഫ്രഡ് ഓവൻ മുമ്പ് ചെയ്തതുപോലെ തന്നെ ഈ ട്രെഞ്ചസിൻ്റെ ആ ഒരു ഹൊറേഴ്സും അതുകൂടാതെ പാട്രിയോട്ടിക് പ്രിറ്റൻഷൻസ്, അതായത് ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് എക്സ്ട്രീമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളതൊരു പ്രിറ്റൻഷ്യസ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിലേക്കാണ് കാണിക്കാൻ ശ്രമിക്കുക. യഥാർത്ഥത്തിൽ അവർ എക്സ്ട്രീംലി പാട്രിയോട്ടിക് ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഒരുപക്ഷെ ചില ഓണറുകളെയോ അല്ലെങ്കിൽ ചില മെറ്റീരിയൽ ആസ്പെക്ട്സിനെയോ ബേസ് ചെയ്തുകൊണ്ട് അവർ പാട്രിയോട്ടിക് ആണെന്ന് പ്രിറ്റൻഷ്യസ് ആയിട്ടിരിക്കുക, ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു കാര്യമാണ് പ്രധാനമായിട്ടും ഒരു വാർ നടക്കുവാൻ കാരണമായത് എന്നുള്ളതാണ് ഇദ്ദേഹം ആരുടെയും മുഖം നോക്കാതെ വ്യക്തമാക്കി പറയുന്നത്. ഓൾറൈറ്റ്. അതുകൊണ്ട് തന്നെ എല്ലാം വ്യക്തമാക്കി മുഖം നോക്കാതെ വ്യക്തമാക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ആർമഡ് ഇദ്ദേഹത്തിനെതിരായിട്ട് ചില വിമർശനങ്ങളെല്ലാം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ ഇദ്ദേഹം സോൾജിയേഴ്സ് ഡിക്ലറേഷൻ ഓഫ് 1917 ആ ഒരു വാർ അപ്പോഴും തുറന്നുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം മാത്രമാണ് ഒരു ലോൺ പ്രൊട്ടസ്റ്റ് ഇതിനെതിരെ നടത്തുന്നത്. റൈറ്റ്. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു എഫേർട്ട് വന്നതുകൊണ്ട് തന്നെ അവിടെയുള്ള മിലിറ്ററി സൈക്കാട്രിക് ഹോസ്പിറ്റലിലേക്ക് ഇദ്ദേഹത്തിനെ മാറ്റുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹം വിൽഫ്രഡ് ഓവനുമായിട്ടൊരു സൗഹൃദം സ്ഥാപിക്കുന്നത്. വിൽഫ്രഡ് ഓവന് ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. സിഗ്ഫ്രീഡ് സാസോണിൽ നിന്ന് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷൻസ് ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു.
കൂടാതെ സാസുവിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഫിക്ഷണൽ ഓട്ടോബയോഗ്രഫിയാണ്, ഒരു ഫിക്ഷണലൈസ്ഡ് ഓട്ടോബയോഗ്രഫിയാണ് ഷെർസ്റ്റൺ ട്രിലോജി എന്ന് പറയുന്നത്. ഷെർസ്റ്റൺ ട്രിലോജി ഇതാണ് ഇദ്ദേഹത്തിന് വൺ ഓഫ് ദി ബെസ്റ്റ് വർക്ക്സ് ആയിട്ട് നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. ഇതൊരു സീരീസ് ഓഫ് ബുക്സ് ആണ്. കൂടാതെ ഇതിൽ ഒരുപാട് മെമ്മോഴ്സ് കൂടെ ഉണ്ട്. മെമ്മോഴ്സ് ഓഫ് എ ഫോക്സ് ഹണ്ടിങ് മാൻ, മെമ്മോഴ്സ് ഓഫ് എൻ ഇൻഫൻട്രി ഓഫീസർ, ഷെർസ്റ്റൺ പ്രോഗ്രസ് എന്ന് പറയുന്ന മെമ്മോഴ്സ് ആണ്, അല്ലെങ്കിൽ സീരീസ് ആയിട്ടാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടുള്ളൊരു പ്രോട്ടഗനിസ്റ്റ് എന്ന് പറയുന്നത് ജോർജ് ഷെർസ്റ്റൺ ആണ്. ജോർജ് SHERSTON. ജോർജ് ഷെർസ്റ്റൺ എന്ന് പറയുന്ന ഒരു അപ്പർ മിഡിൽ ക്ലാസ് യങ് ഇംഗ്ലീഷ്മാൻ ആണ്. അദ്ദേഹവും ഏകദേശം ഈ ഒരു ഫസ്റ്റ് വേൾഡ് വാറിന് തൊട്ട് മുൻപ് ജീവിച്ചിരുന്ന ഒരാളാണ്. ഇതൊരു ഫിക്ഷണലൈസ്ഡ് ഓട്ടോബയോഗ്രഫി ആയതുകൊണ്ട് തന്നെ കൂടുതലും ഫിക്ഷണലൈസ്ഡ് ക്യാരക്ടേഴ്സ് ആണുള്ളത്. പക്ഷേ സാസോണിനെ തന്നെയാണ് ഇദ്ദേഹം ഷെർസ്റ്റനായിട്ട് ഇതിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓൾറൈറ്റ്. ഇത്തരത്തിൽ റെക്ലെസ്ലി ബ്രേവ് ആയതുകൊണ്ട്, മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ഒരു ശക്തനായിട്ടുള്ള ഒരു പോരാളി ആയതുകൊണ്ട് സിഗ്ഫ്രിഡ് സാസൺ പോപ്പുലർലി അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് മാഡ് ജാക്ക് എന്നുള്ളതാണ്. അദ്ദേഹത്തെ വലിയൊരു പ്രതിഷേധം മുന്നിലേക്ക് വെച്ചപ്പോഴേക്ക് അദ്ദേഹത്തെ സൈക്കാട്രിക് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയ കാര്യം നമ്മൾ അറിഞ്ഞു അല്ലേ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് പോപ്പുലറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് മാഡ് ജാക്ക് എന്നുള്ളൊരു ടേമാണ്. അദ്ദേഹത്തിൻ്റെ മുൻകോപം എടുത്തുകൊണ്ടും അദ്ദേഹത്തിൻ്റെ റെക്ലെസ് ആയിട്ടുള്ള എന്തെങ്കിലും എടുത്തു ചാടി അഭിപ്രായം പറയുന്ന ആർമി ഒഫീഷ്യൽസിന് ഇഷ്ടമില്ലാത്ത ഈ ഒരു ക്യാരക്ടറൊക്കെ വെച്ചിട്ട് അവർ ഇദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ഒരു കുപ്രസിദ്ധമായിട്ടുള്ള ഒരു പേരായിരുന്നു മാഡ് ജാക്ക് എന്ന് പറയുന്നത്. സാസോണിൻ്റെ ഹോസ്റ്റിലിറ്റി ടു വാർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാറിനോടുള്ള ഈ അടങ്ങാത്ത വിദ്വേഷം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പോയട്രിയിലൊക്കെ റിഫ്ലക്റ്റഡ് ആയിരുന്നു. കൂടാതെ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത് ഇദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ചില എക്സ്പീരിയൻസിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട്, അതിലുള്ള പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന സീനിയർ മിലിറ്ററി ഓഫീസേഴ്സിനെതിരെ ശക്തമായിട്ടുള്ള ഒരു അറ്റാക്ക് ഫോർ ദിയർ ഇൻകോമ്പറ്റൻസ്, ഫോർ ദിയർ ഇൻഹ്യൂമാനിറ്റി, അവരുടെ ഇൻഹ്യൂമാനിറ്റിയും ഇൻകോമ്പറ്റൻസും എല്ലാം സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു ശക്തമായിട്ടുള്ളൊരു ഹാർഷ് ആയിട്ടുള്ളൊരു സെറ്റാരിക്കൽ സ്റ്റൈൽ തന്നെ ഇദ്ദേഹം ഡെവലപ്ഡ് ആക്കിയെടുത്തു. ഓൾറൈറ്റ്. അത് ഇദ്ദേഹത്തിൻ്റെ വാർ പോയട്രിയിലെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്, ഇദ്ദേഹത്തിൻ്റെ പ്രോസ് റൈറ്റിങ്സിൽ കാണുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഇദ്ദേഹം ഇത്തരത്തിലുള്ള വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, തുറന്നു പറച്ചിലുകൾ ഇദ്ദേഹത്തിൻ്റെ പ്രമുഖ വർക്കായിട്ടുള്ള ദ ഓൾഡ് ഹൺസ്മാൻ വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ 1917, കൂടാതെ കൗണ്ടർ അറ്റാക്ക് 1918, ഈ രണ്ട് പ്രധാന വർക്ക്സുകളിൽ ഇദ്ദേഹത്തിൻ്റെ പോയിംസിലൂടെ ഇദ്ദേഹം ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളൊക്കെ പ്രകടിപ്പിച്ചപ്പോൾ അതൊരു വലിയ കോൺട്രവേഴ്സിയായി തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. ശേഷം ഇദ്ദേഹം ഒരുപാട് മാഗസിൻസ് എല്ലാം എഡിറ്റ് ചെയ്യുന്നുണ്ട്. അന്നത്തെ കാലത്ത് തന്നെ സുപരിചിതനായിട്ടുള്ള അല്ലെങ്കിൽ പ്രസിദ്ധനായിട്ടുള്ള ഒരു എഴുത്തുകാരനായിരുന്നു. പോരാത്തതിന് 1920s ഇദ്ദേഹം കംപ്ലീറ്റ്ലി ഈ ഒരു പോയട്രിയുടെ ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പ്രോസിലേക്ക് കടക്കുകയാണ് ചെയ്തത്. ഇദ്ദേഹത്തിൻ്റെ സെമി ഓട്ടോബയോഗ്രഫിക്കൽ ബുക്ക് പബ്ലിഷ് ചെയ്തു. കൂടാതെ മെമ്മോയിർസ് ഓഫ് എ ഫോക്സ് ഹണ്ടിങ് മാൻ 1928, മെമ്മോയിർസ് ഓഫ് എൻ ഇൻഫൻട്രി ഓഫീസർ ആസ് എ ലിറ്റററി എഡിറ്റർ ഓഫ് ദ ലഫിംഗ് ദ ഡെയിലി ഹെറാൾഡ് അല്ലേ, ഏറ്റവും ഒടുവിൽ ഡെയിലി ഹെറാൾഡിൻ്റെ ലിറ്റററി എഡിറ്ററായിട്ടും, കൂടാതെ ഇദ്ദേഹത്തിൻ്റെ ഞാൻ മുൻകൂട്ടി സൂചിപ്പിച്ചിട്ടുള്ള പ്രധാന ഓട്ടോബയോഗ്രഫി അല്ലേ, ഫിക്ഷണൽ ഓട്ടോബയോഗ്രഫി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു, ഷെർസ്റ്റൺ ട്രിലോജി. അതിൽ വരുന്ന രണ്ട് ഭാഗങ്ങളാണ് മെമ്മോയിർസ് ഓഫ് എൻ ഇൻഫൻട്രി ഓഫീസറും ഫോക്സ് ഹണ്ടിങ് മാനും. ഇത് രണ്ടും അടങ്ങിയിട്ടുള്ള ഷെർസ്റ്റൺ ട്രിലോജി ഇദ്ദേഹം പബ്ലിഷ് ചെയ്യുകയും, കൂടാതെ ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ലഫിംഗ് പബ്ലിക്കേഷനായിട്ടുള്ള ഡെയിലി ഹെറാൾഡിൻ്റെ എഡിറ്ററായിട്ടും ഇദ്ദേഹം നിലവിൽ ആ ഒരു ലിറ്റററി സർക്കിളിൽ മുന്നോട്ട് വന്നു എന്ന് കാണാൻ സാധിക്കും. സോ ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിനെ കുറിച്ച് കാര്യമായിട്ട് മെൻഷൻ ചെയ്യാനുള്ളത്. കൂടുതൽ ഫാക്ച്വൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസോ അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസോ ഈ വാർ പോയറ്റ്സിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ആവശ്യമില്ല. കൺസെപ്ച്വൽ നോളജാണ്. കൂടാതെ ഇവരുടെ പ്രധാന വർക്ക്സിനെ കുറിച്ചുമുള്ള ഒരു പ്രധാന അവബോധമാണ് നമുക്കിവിടെ വേണ്ടത്. സോ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. പ്രധാന വാർ പോയറ്റ്സിനെ കുറിച്ചും അവരുടെ പ്രധാന വർക്ക്സിനെ കുറിച്ചും കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ട സ്ഥലത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയും ഒന്ന് മനസ്സിലാക്കിയെടുക്കേണ്ട ഭാഗത്ത് മനസ്സിലാക്കിയെടുക്കുകയും ചെയ്തു. അത്തരത്തിലൊരു അപ്രോച്ചാണ് ഇവിടെ വേണ്ടത്. ഓൾറൈറ്റ്. സോ ഇത് കൂടാതെ ഞാൻ നൽകുന്ന സാമ്പിൾ ക്വസ്റ്റ്യൻസും PYQസും അറ്റൻഡ് ചെയ്യുകയും അതിന് പുറമെ നിങ്ങളുടേതായിട്ടുള്ളൊരു ഫലപ്രദമായിട്ടുള്ളൊരു എഫേർട്ടും കൂടുതൽ ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യുന്നതിലൂടെ വേണമെന്ന് ഞാൻ നിർദ്ദേശിക്കുകയാണ്. കാരണം നിങ്ങൾക്കറിയാവുന്നതാണ്, ഏതൊരു കംപ്ലീറ്റ് വർക്ക്സും അല്ലെങ്കിൽ ഏതൊരു കംപ്ലീറ്റ് പബ്ലിക്കേഷനോ ഇനി ഏത് പബ്ലിക്കേഷനാണെങ്കിലും ഒരു പർട്ടിക്കുലർ കോഴ്സ് തന്നെയും നിങ്ങളെ കംപ്ലീറ്റ്ലി ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് സാധിക്കില്ല. അത് എനിക്ക് എന്നല്ല ഒരാൾക്കും സാധിക്കില്ല. അത് എക്സാമിനേഷന് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആളുകൾക്ക് മാത്രമേ അത് കഴിയുകയുള്ളൂ. കാരണം അവർ നിശ്ചയിക്കുന്ന ഒരു ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി, ലെവൽ ഓഫ് ഡെപ്ത് എന്ന് പറയുന്നത് അത് അവരുടെ മാത്രം സ്വാതന്ത്ര്യമാണ്. നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് നമ്മളെ പ്രിപ്പയർഡ് ആക്കി ഇരിക്കുക. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ മുൻകണ്ടുകൊണ്ട് മാക്സിമം സപ്പോർട്ട്
ഇത്തരത്തിലുള്ള ഷെയർഡ് നോട്ട്സിലൂടെ ഞാൻ നൽകുന്നതായിരിക്കും. അത് കരുതി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് ഉണ്ടാവാതിരിക്കരുത് എന്നുള്ളത് കൊണ്ടാണ്, നിങ്ങളുടെ ഇനീഷ്യേറ്റീവ് ഇതിൽ സുപ്രധാനമായതുകൊണ്ടാണ് ചില ഹോംവർക്സും ചില കാര്യങ്ങളും നിങ്ങളുടേതായിട്ട് ചെയ്യുവാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ബീയിങ് എ ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റ് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അത് മാത്രമല്ല, ഒരു ലിറ്ററേച്ചർ മേഖലയെ അല്ലെങ്കിൽ ലിറ്ററേച്ചർ സ്റ്റഡീസിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട ഒരു വിധം എങ്ങനെയാണ്. കാരണം ഒരിക്കലും വ്യാപ്തി നിശ്ചയിക്കാൻ പറ്റാത്തൊരു ഭാഗമാണ്, നമ്മൾ ഇറങ്ങുന്തോറും ആഴം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ, കാരണം എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. പല പല കാലഘട്ടങ്ങളിൽ പല പല മൂവ്മെൻറ്റ്സിനാൽ പല പല ചേതനയാൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. എല്ലാം കൂടി താഴേക്ക് അന്വേഷിച്ച് പോകുമ്പോൾ ഒരു സ്ട്രക്ചർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. അതുകൊണ്ട് തന്നെ ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങളുടെ സിലബസിന് അനുസൃതമായിട്ട് പഠിക്കുക എന്നുള്ളത് സുപ്രധാനമാണ്. എവിടെ നിർത്തണം, എവിടെ തുടങ്ങണം, എവിടെ കണ്ടിന്യൂ ചെയ്യണം, എവിടെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നെല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കണം. അത്തരത്തിലുള്ളൊരു ഡിസ്കഷനാണ് നമ്മൾ പൊതുവെ ക്ലാസ്സുകളിൽ നടത്താറ്. കൂടാതെ നിങ്ങളുടെ ക്രിയാത്മകമായിട്ടുള്ള ഒരു എഫേർട്ട് കൂടെ ഇവിടെ വേണമെന്നുള്ളത് ഒരു സ്ട്രോങ് സജഷനായിട്ട് ഞാൻ എപ്പോഴും മുന്നോട്ട് വെക്കുകയാണ്. സോ നിങ്ങളെല്ലാവരും നിങ്ങൾ അർഹിച്ച ഒരു വിജയവും നിങ്ങൾ ആഗ്രഹിക്കുന്ന സെറ്റ് എന്ന് പറയുന്ന ആ ഒരു സ്വപ്നവും നേടിയെടുക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. താങ്ക് യു.